Hi everyone, welcome to our channel Center for CS. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ട്രെൻഡ്സ് ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു ഫാഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച്. നമുക്കറിയാം നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ട്രെൻഡിനെ ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ട്രെൻഡുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. 4 ട്രെൻഡാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് പെർവസീവ് നെറ്റ്വർക്കിംഗ് ആൻഡ് മോഡേൺ ഇന്റർനെറ്റ്. Second, mobile and ubiquitous computing. Third, distributed multimedia system. And last, distributed computing as a utility. ഈ 4 ട്രെൻഡുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, പെർവസീവ് നെറ്റ്വർക്കിംഗ് ആൻഡ് മോഡേൺ ഇന്റർനെറ്റ്. ഇന്റർനെറ്റും ഇൻട്രാനെറ്റും ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണെന്ന് നമുക്കറിയാം. നമ്മളൊരു 5 വർഷം മുമ്പുള്ള ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നവരുടെ എണ്ണവും ഇപ്പോൾ യൂസ് ചെയ്യുന്നവരുടെ എണ്ണവും എടുത്താൽ നമുക്ക് മനസ്സിലാവും ഒരു റാപ്പിഡ് ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട് യൂസേഴ്സിൻ്റെ എണ്ണത്തിൽ. അല്ലെങ്കിൽ നമുക്ക് പറയാം കുറച്ച് നാൾ മുമ്പ് വരെ ഒരു 1 GB ഡേറ്റ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മന്ത് വരെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. എന്നാൽ ഇപ്പോൾ 1 GB എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്ക് പോലും തികയാറില്ല. ഓക്കെ, അത്രമാത്രം ഇൻ്റർനെറ്റിൻ്റെ യൂസേജ് കൂടി. അതായത് ഇൻ്റർനെറ്റിൻ്റെ യൂസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു ട്രെൻഡായിട്ട് വന്നത്. അതായത് പെർവസീവ് നെറ്റ്വർക്ക്. പെർവസീവ് എന്ന വേർഡിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ വ്യാപകമായിട്ടൊന്നാണ്. ഓക്കെ, പെർവസീവിനെ നമുക്ക് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. വേൾഡിൽ എവിടെ ഇരുന്നിട്ടായാലും എനി ഡേറ്റ, എനി ഡിവൈസ്, എനി നെറ്റ്വർക്ക്, എനി ടൈം, എനിവെയർ. ഓക്കെ, ഇതാണ് പെർവസീവ് നെറ്റ്വർക്കിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് പറയാം. അതായത് എവിടെ ഇരുന്നിട്ടായാലും നമുക്ക് നെറ്റ്വർക്കിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുക. അതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജസ് അല്ലെങ്കിൽ നമുക്ക് വരുന്ന മെസ്സേജസിൻ്റെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയർവാൾ ആണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ട്രെൻഡ് എന്ന് പറയുന്നത് മൊബൈൽ ആൻഡ് യുബീക്കസ് കമ്പ്യൂട്ടിംഗ് ആണ്. ഓക്കെ, മൊബൈൽ എന്ന വേർഡിൻ്റെ അർത്ഥം മൂവബിൾ എന്നാണ്. അതായത് പോർട്ടബിൾ ആക്കുക, ഒരു ഡിവൈസിനെ പോർട്ടബിൾ ആക്കുക. ആ പോർട്ടബിൾ ഡിവൈസിലേക്ക് നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാൻ പറ്റുക. അതാണ് സെക്കൻഡ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, യുബീക്കസ് കമ്പ്യൂട്ടിംഗ് ഇതിൻ്റെയും വേറൊരു പേരാണ് പെർവസീവ് കമ്പ്യൂട്ടിംഗ്. ഓക്കെ, യുബീക്കസിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വ്യാപകമായി എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ അതേ ഡെഫിനിഷൻ, എനി ഡേറ്റ, എനി ഡിവൈസ്, എനി നെറ്റ്വർക്ക്, എനി ടൈം ആൻഡ് എനിവെയർ. അപ്പോൾ ഈ ട്രെൻഡ് എന്ന് പറയുന്നതും എന്താണ്, സ്മോൾ ആൻഡ് പോർട്ടബിൾ ഡിവൈസസിൽ എന്താണ് നെറ്റ്വർക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുക. അതാണ് സെക്കൻഡ് ട്രെൻഡ്. എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ മൊബൈൽ ഫോണിൽ, ലാപ്ടോപ്പിൽ, അതായത് നമുക്കറിയാം മുമ്പൊക്കെ മെയിൻ ഫ്രെയിം ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അത് പേഴ്സണൽ കമ്പ്യൂട്ടറായി, പിന്നീട് അത് ലാപ്ടോപ്പായി മാറി. ഓക്കെ, അതുപോലെ അങ്ങനെ പോർട്ടബിളാക്കി മാറ്റുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ സ്മാർട്ട് വാച്ചസിലൊക്കെ, അതുപോലെ വീട്ടിലെ അപ്ലയൻസസ് ആയ വാഷിംഗ് മെഷീനിൽ, അതുപോലെ തന്നെ കാറിൽ, റെഫ്രിജറേറ്ററിൽ, ഇതിലെല്ലാം എന്ത് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തെ എംബഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റി. ഇനി തേർഡ്, ഡിസ്ട്രിബ്യൂട്ടഡ് മൾട്ടിമീഡിയ സിസ്റ്റം. മൾട്ടിമീഡിയ എന്ന് വെച്ചാൽ അതിനകത്ത് ഓഡിയോ വരും, വീഡിയോ, ഇമേജ്, അനിമേഷൻ എക്സെട്ര. ഓക്കെ, അപ്പോൾ ഈ മൾട്ടിമീഡിയയിലേക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം കൊണ്ടുവന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അതാണ് തേർഡ് ട്രെൻഡ് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെന്നെങ്കിൽ നമുക്കറിയാം ഗൾഫിൽ നിന്നൊക്കെ വളരെ റെയറായിട്ടാണ്, ആഴ്ചയിൽ ഒന്നൊക്കെ ആയിരുന്നു ഒരു കോളൊക്കെ വരാമെന്ന് പറയുന്നത്. എന്നാൽ എന്തായി, ഇപ്പോഴെന്ന് വെച്ചാൽ വീഡിയോ ഓൺ ഡിമാൻഡ്, അതായത് സ്കൈപ്പ് പോലുള്ള മീഡിയ യൂസ് ചെയ്ത് നമുക്ക് ലൈവായിട്ട് കാണാനും കേൾക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അതായത് വെബ്കാസ്റ്റിംഗ് ആണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം മൾട്ടിമീഡിയയിൽ കൊണ്ടുവന്ന ഒരു ഗുണം എന്ന് പറയുന്നത്. വെബ്കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ പ്രീ റെക്കോർഡഡ് ആയിട്ടോ അല്ലെങ്കിൽ ലൈവായിട്ടോ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് തേർഡ് ട്രെൻഡ്. മൾട്ടിമീഡിയൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂട്ടിലിറ്റി. ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ആസ് എ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്ന വേർഡിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്താണ്, ഒരു യൂസ്ഫുൾ ആക്കി മാറ്റാം. ഓക്കെ, അതായത് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിനെ ഒരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആക്കി മാറ്റി. ഓക്കെ, അതായത് നമുക്ക് വാങ്ങിക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റി ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിനെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങും. ഓക്കെ, ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങും എപ്പോഴും എന്താണ്, കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടേമാണ്.
ഓക്കെ, ഞാനത് ഒരു ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സപ്പോസ് നമ്മളൊരു 3 സിസ്റ്റം എടുക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 3 സിസ്റ്റം. ഓക്കെ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 3 സിസ്റ്റത്തിൽ നിന്നും ഉള്ള ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ അത് ആക്സസ് ചെയ്യാനും പ്രൊവൈഡ് ചെയ്യുന്നൊരു സർവീസാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ചെയ്യുന്നത്. അതായത് ഈ ഓരോ സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് സിസ്റ്റത്തിലുള്ള ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ആക്സസ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. എന്നാൽ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു കോമൺ ഗോള് അല്ലെങ്കിൽ ഒരു കോമൺ ടാസ്കിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ്. അതായത് എനിക്കിപ്പോൾ ഒരു കോമൺ ടാസ്ക് ഉണ്ട്, അത് സോൾവ് ചെയ്യാനുള്ള ഡേറ്റ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിലാണ് ഇരിക്കുന്നത്, ഡിഫറെൻറ്റ് ലൊക്കേഷനിലുള്ള ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിലാണ്. അപ്പോൾ ഈ സിസ്റ്റത്തിൽ നിന്നുള്ള ഡേറ്റ, ഈ സിസ്റ്റത്തിൽ നിന്നുള്ള ഡേറ്റ, ഈ സിസ്റ്റത്തിൽ നിന്നുള്ള ഡേറ്റ ഒന്നിച്ചു കൊണ്ടുവന്ന് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 4 ട്രെൻഡും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.